കൊച്ചി ഇൻഫോ പാർക്കിലെ ശുചിമുറിയിൽ ഒളിക്യാമറ. പാർക്ക് സെന്റർ കെട്ടിടത്തിലെ സ്ത്രീകളുടെ ശുചിമുറിയിലായിരുന്നു ഒളിക്യാമറ കണ്ടെത്തിയത്. പാർക്ക് സെന്റർ ഡെപ്യൂട്ടി മാനേജർ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറയുന്നു. പാർക്ക് സെന്ററിലെ ജീവനക്കാരനെയാണ് സംശയം. ഇയാൾ ഒളിവിലാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എങ്ങനെയാണ് ഈ ഒളിക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത്? ഈ ജീവനക്കാരനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? ഇൻഫോ പാർക്കിലെ പാർക്ക് നിലയിലെ ശുചിമുറിയിൽ, അത് വനിതകളുടെ ശുചിമുറിയിലാണ് ഒളിക്യാമറ. ഈ ശുചിമുറിയിൽ കയറിയ ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു ക്യാമറ വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഒളിക്യാമറയാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വാഷ് ബേസിന് തൊട്ട് താഴെയായി, ഈ സ്ത്രീകളുടെ ശുചിമുറിയിൽ വാഷ് ബേസിൽ തൊട്ട് താഴെയായിട്ടാണ് ഈ ക്യാമറ സ്ഥാപിച്ചിരുന്നത്. ഇത് ക്ലോസറ്റിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലേക്കാണ് ഈ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് ഇൻഫോ പാർക്ക് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ ക്യാമറയിൽ ഇത്തരത്തിൽ ആ സമയത്തും, ഈ ക്യാമറ കണ്ടെത്തുന്ന സമയത്തും അത് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നീട് വിശദമായ പരിശോധനയിലാണ് സ്ത്രീകളുടെ ഈ ശുചിമുറിയിൽ അവർ വരുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയിട്ട് ആരോ സ്ഥാപിച്ചതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ സ്ഥാപനത്തിൽ തന്നെ ഉള്ള ഒരു ജീവനക്കാരനാണ് ഈ ക്യാമറ സ്ഥാപിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചിരിക്കുകയാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷെ ഇതിന്റെ കൂടുതൽ വിവരങ്ങളും പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പോലീസ് ഈ ക്യാമറ കണ്ടെത്തിയതോടുകൂടി ഇയാൾ ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്ന വിശദീകരണവും. ചില കാര്യങ്ങൾ കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇയാളെ കാണുമ്പോൾ പോലും എന്നാണ് ആ ക്യാമറ അവിടെ സ്ഥാപിച്ചത്, അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഈ ക്യാമറ വിശദമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ സ്ത്രീകൾ, പ്രത്യേകിച്ചും നിരവധി യുവതികളടക്കം ജോലി ചെയ്യുന്നുണ്ട് ഇൻഫോ പാർക്കിൽ. അവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ഈ ഫോണിൽ ഇത് പകർത്തുക, അതിനപ്പുറം ഇത് പ്രചരിപ്പിക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ? അത്തരത്തിലുള്ളൊരു ഭീഷണിപ്പെടുത്തലൊന്നും തന്നെ ഈ യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പകരം ഈ ദൃശ്യങ്ങൾ മാത്രമാണ് ഇയാൾ പകർത്തിയിരുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. 26-ാം തീയതിയാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. പോലീസ് ഇന്നലെയാണ് കേസെടുത്ത് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്നാലും പ്രതിയെ ഉടനെ തന്നെ പിടികൂടും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന, ആ കെട്ടിടത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇയാൾ എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളെല്ലാം വളരെ പേടിയിലും ഒപ്പം തന്നെ വളരെ വിഷമത്തിൽ കൂടിയാണ്. ഇവർക്കറിയാവുന്ന ഒരു യുവാവ് തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉടനെ തന്നെ പ്രതിയെ പിടികൂടുമെന്നു കൂടിയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേട്ടോ. അങ്ങനെ ഇതിനു മുൻപ് ഇത്തരം പരാതികൾ ഇവിടെ നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ഈ ശുചിമുറിയിൽ ക്യാമറ സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്ന അങ്ങനെ ഒരു സംഭവങ്ങൾ, എന്തെങ്കിലും ഇതിനു മുമ്പ് പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ചും പോലീസിൻ്റെയൊക്കെ കൃത്യമായ പരിശോധനകളുള്ള സ്ഥലമാണ്. രാത്രി സമയങ്ങളിലും സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥലം കൂടിയാണ്. മറ്റു മോശപ്പെട്ട ദുരനുഭവങ്ങളൊന്നും ഇതുവരെയും ഇൻഫോ പാർക്കിലോ മറ്റ് സമീപ പ്രദേശങ്ങളിലോ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ നവമി? എല്ലാ സമയങ്ങളിലും പോലീസിന്റെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം കൂടി ഉള്ള ഇടമാണ് ഈ ഇൻഫോ പാർക്ക്. ഇതാദ്യമായാണ് ഇവിടെ ഒളിക്യാമറ കണ്ടെത്തുകയും പിന്നീട് പോലീസിന്റെ അന്വേഷണമൊക്കെ എത്തുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. സമാനമായ രീതിയിൽ മുമ്പൊന്നും ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടൊന്നും തന്നെയില്ല. ആദ്യമായിട്ടാണ് ഇൻഫോ പാർക്കിലെ പാർക്ക് സെന്ററിൽ രണ്ടാമത്തെ നിലയിൽ ശുചിമുറിയിൽ, വനിതകളുടെ ശുചിമുറിയിൽ ഇങ്ങനെ ഒളിക്യാമറ വെച്ച രീതിയിലേക്ക് പോവുകയും പിന്നീട് അവിടെ പോലീസിന്റെ ഒരു അന്വേഷണമൊക്കെ എത്തുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ വണ്ടിപ്പെരിയാറാണ്, ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്നത് ക്യാമറ വെച്ച് പകർത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ പിടികൂടുകയും ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള
നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും സമാനമായ രീതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെ ഇൻഫോ പാർക്കിലാണ്. അതും ആ സ്ഥാപനത്തിലെ തന്നെ ഒരു ജീവനക്കാരനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും വീണ്ടും ഇൻഫോ പാർക്കിലെ മറ്റിടങ്ങളിലുമൊക്കെ ഒരു പോലീസിന്റെ പരിശോധനയും അല്ലെങ്കിൽ നിരീക്ഷണവും ഒക്കെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.